We shall now discuss about terminal velocity. Suppose a body is falling freely through a fluid. It is falling freely through a fluid. അങ്ങനെ അത് ഫ്ലൂയിഡിലൂടെ താഴേക്ക് വീഴുമ്പോൾ ഇറ്റ് വിൽ ഡ്രാഗ് എ ലെയർ ഓഫ് ദ ഫ്ലൂയിഡ് ഇൻ കോണ്ടാക്ട് വിത്ത് ഇറ്റ്. അപ്പോൾ ഈ ഫ്ലൂയിഡിൻ്റെ ഈ സ്ഫിയറുമായിട്ട് കോണ്ടാക്റ്റ് ഉള്ള ഒരു ഫ്ലൂയിഡ് ലെയർ ഇതിൻ്റെ ഒപ്പം താഴേക്ക് വരുന്നു. And according to Stokes formula, the viscous drag, according to Stokes law, the viscous drag force, അപ്പോൾ ഒരു ഫ്ലൂയിഡ് ലെയർ ഇതിൻ്റെ തൊട്ടടുത്തുള്ള കോണ്ടാക്റ്റിലുള്ള ഫ്ലൂയിഡ് ലെയർ ഇതിൻ്റെ ഒപ്പം തന്നെ താഴേക്ക് വരുന്നു. അപ്പോൾ നമുക്കറിയാം രണ്ട് ലെയേഴ്സ് തമ്മിലുള്ള റിലേറ്റീവ് മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സാണ് വിസ്കസ് ഫോഴ്സ്. രണ്ട് ഫ്ലൂയിഡ് ലെയേഴ്സിൻ്റെ ഇടയിലുള്ള റിലേറ്റീവ് മോഷൻ, ഒരു ലെയർ മറ്റൊരു ലെയറിൻ്റെ മീതെ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ റിലേറ്റീവ് മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിന് തുല്യമായിട്ടുള്ള ഫോഴ്സാണ് വിസ്കസ് ഫോഴ്സ്. അപ്പോൾ സ്റ്റോക്സ് ലോ അനുസരിച്ച് ദ വിസ്കസ് ഡ്രാഗ് ഫോഴ്സ്, ആ ഡ്രാഗ് ഒരു ലെയറിനെ ഡ്രാഗ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ ഡ്രാഗ് ഫോഴ്സ് ഈസ് ഗിവൺ ബൈ ദ ഫോർമുല 6πAηV. 6πAηV. എ എന്ന് പറയുന്നത് ആ സ്ഫിയറിൻ്റെ, നമ്മൾ പറഞ്ഞ സ്ഫിയറിൻ്റെ റേഡിയസ് ആണ് എ. എ ഈസ് ദ റേഡിയസ് ഓഫ് ദ സ്ഫിയർ. ഈറ്റ എന്ന് പറയുന്നത് ഇത് ഏത് മീഡിയത്തിലാണോ താഴത്തേക്ക് വീണുകൊണ്ടിരിക്കുന്നത് ആ മീഡിയത്തിൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ആണ് ഈറ്റ. ദ വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ആണ് വി. അപ്പോൾ വെലോസിറ്റി കൂടുന്നതിനനുസരിച്ച് വിസ്കസ് ഫോഴ്സും കൂടുന്നു. ഇത് കൂടുതൽ സ്പീഡിൽ താഴേക്ക് വീണ് കഴിഞ്ഞാൽ കൂടുതൽ വിസ്കസ് ഫോഴ്സ് അതിനെ ഒപ്പോസ് ചെയ്യും. ഓക്കെ, 6πAηV, ഇതിലെ 6πAηV ഇതെല്ലാം കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ വിസ്കസ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വെലോസിറ്റി ആൻഡ് ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു വെലോസിറ്റി. വെലോസിറ്റി താഴത്തേക്കാണ്, വിസ്കസ് ഫോഴ്സ് അതിനെ ഒപ്പോസ് ചെയ്യുന്നു. അപ്പോൾ ഒരു റെയിൻ ഡ്രോപ്പ് ഫോളിങ് അണ്ടർ ഗ്രാവിറ്റി, അത് ആദ്യം ഗ്രാവിറ്റി കാരണം ആക്സിലറേറ്റഡ് ആയി ഹൈ സ്പീഡിൽ താഴത്തേക്ക് വരുന്നു. പക്ഷേ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് എത്തുമ്പോൾ ഈ താഴത്തേക്കുള്ള വെയിറ്റ് ഡൗൺവേർഡ്സ്, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി mg ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ്. പക്ഷേ ദർ ഈസ് എ വിസ്കസ് ഫോഴ്സ് ആക്ടിങ് അപ്വേർഡ്സ്. ഇനി വിസ്കസ് ഫോഴ്സ് മാത്രമല്ല, ദർ ഈസ് ഓൾസോ ദ ബോയൻറ്റ് ഫോഴ്സ് അല്ലേ. വിസ്കസ് ഫോഴ്സിൻ്റെ ഒപ്പം തന്നെ ദർ ഈസ് എ അപ്വേർഡ് ഫോഴ്സ്, ബോയൻറ്റ് ഫോഴ്സ് ആക്ടിങ് അപ്വേർഡ്സ്. അപ്പോൾ ഈ റെയിൻ ഡ്രോപ്പ് താഴേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ ഈ ഡൗൺവേർഡ് ഫോഴ്സ് ബിക്കംസ് ഈക്വൽ ടു ദ അപ്വേർഡ് ഫോഴ്സ്. അറ്റ് എ പർട്ടിക്കുലർ സ്റ്റേജ് ദ ഡൗൺവേർഡ് ഫോഴ്സ് ബിക്കംസ് ഈക്വൽ ടു ദ അപ്വേർഡ് ഫോഴ്സ്. അത് രണ്ടും കൂടെ ബാലൻസ്ഡ് ആവുന്നു. അങ്ങനെ ആവുമ്പോൾ നെറ്റ് ഫോഴ്സ് എന്താവും? നെറ്റ് ഫോഴ്സ് ഓൺ ദ റെയിൻ ഡ്രോപ്പ് വിൽ ബിക്കം ഈക്വൽ ടു 0. അപ്പോൾ ഡൗൺവേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദ ഡ്രോപ്പ് ആണ്. വെയിറ്റ് ഓഫ് ദ ഡ്രോപ്പ് ഈസ് ആക്ടിങ്, ഓർ വി ക്യാൻ സേ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഈസ് ആക്ടിങ് ഡൗൺവേർഡ് ഇല്ലേ. ഡൗൺവേർഡ് ഡയറക്ഷനിലുള്ള ഫോഴ്സ് ബിക്കംസ് ഈക്വൽ ടു ദ അപ്വേർഡ് ഫോഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. സോ അപ്വേർഡ് ഫോഴ്സസ് ഏതൊക്കെയാണ്? 3 ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത്. ദ ഡൗൺവേർഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, then there is the upward buoyant force and also the upward viscous force. Okay, now the weight of the drop is acting downwards. അതായത് mg ആണ് weight of the drop, it is acting downwards. ഇനി upward buoyant force എന്ന് പറയുന്നത് it is equal to the weight of the liquid displaced അല്ലേ. upward buoyant force നമ്മൾ ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് the buoyant force is equal to the weight of the liquid displaced. അപ്പോൾ നമുക്കതിനെ m-g എന്ന് എഴുതാം. പ്ലസ് ദ വിസ്കസ് ഫോഴ്സ് നമ്മളിപ്പോൾ പറഞ്ഞു സ്റ്റോക്സ് ഫോർമുല അനുസരിച്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു 6πAηV. അപ്പോൾ ഈ കണ്ടീഷനിൽ ഡൗൺവേർഡ് ഫോഴ്സും അപ്വേർഡ് ഫോഴ്സും ഈക്വൽ ആവുമ്പോൾ ദ നെറ്റ് ഫോഴ്സ് ഓൺ ദിസ് റെയിൻ ഡ്രോപ്പ്, ദ നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0. അതായത് ഫോഴ്സ് 0 ആണെന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഈ 0, F ഈക്വൽ ടു ma ആണ് അല്ലേ. അപ്പോൾ F 0 ആയാൽ A ആക്സിലറേഷൻ 0 ആണ്. അതായത് ഈ ഡ്രോപ്പ്, ദ റെയിൻ ഡ്രോപ്പ് വിൽ ബിഗിൻ ടു മൂവ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. ആ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് ടെർമിനൽ വെലോസിറ്റി.
അപ്പോൾ ഈ നെറ്റ് ഫോഴ്സ് ഓൺ ദ റെയിൻ ഡ്രോപ്പ് ബിക്കംസ് ഈക്വൽ ടു 0 ആൻഡ് ദ റെയിൻ ഡ്രോപ്പ് ബിഗിൻസ് ടു മൂവ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി വിച്ച് ഈസ് കോൾഡ് ടെർമിനൽ വെലോസിറ്റി. അപ്പോൾ ടെർമിനൽ വെലോസിറ്റിനെ നമുക്ക് വി ടി എന്ന് ഡിനോട്ട് ചെയ്യാം. വി ടി ഈസ് എ ടെർമിനൽ വെലോസിറ്റി. ഇനി നമ്മൾ സാധാരണ മാസ് എന്ന് പറയുന്നത് വോളിയം ഇൻറ്റു ഡെൻസിറ്റിയാണ് അല്ലേ. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. സോ മാസ് ഈസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി. അപ്പോൾ ഇവിടെ നമ്മളൊരു സ്ഫിയർ ആണ് കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സ്ഫെറിക്കൽ റെയിൻ ഡ്രോപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ ദ വോളിയം ഓഫ് എ സ്ഫിയർ എന്താണ് 4/3 πr³. റേഡിയസ് നമ്മൾ എ ആണ് എടുത്തത്. സോ വി ഹാവ് ടു റൈറ്റ് 4/3 πa³. 4/3 πa³ ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ റോ ആണ് ഡെൻസിറ്റി ഓഫ് ദ ബോഡി ഓഫ് ദാറ്റ് സ്ഫിയർ. അപ്പോൾ ഇവിടെ സ്ഫിയറിൻ്റെ ഡെൻസിറ്റി നമ്മളിവിടെ റെയിൻ ഡ്രോപ്പാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ വാട്ടറാണ് അല്ലേ. സ്ഫിയർ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഡെൻസിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ സ്ഫിയർ ആണ് റോ. ഇനി ബോയിൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ വി നോ ദ ബോയിൻ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു the weight of the fluid displaced. അപ്പോൾ weight of the fluid displaced ആണ് m dash into g. ആ m dash എന്ന് പറയുന്നത് വോളിയം ഓഫ് ദ സോളിഡ് ഇമേഴ്സ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് നമ്മൾ സിഗ്മ ആയിട്ട് എടുക്കുന്നു. അപ്പോർഡ് ബോയിൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ വെയ്റ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് അക്കോർഡിംഗ് ടു ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ആ വെയ്റ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ആണ് നമ്മൾ m dash g എന്നെടുത്തത്. ആ m dash g എന്ന് പറയുന്നത് എന്താണ്? m dash പറഞ്ഞാൽ മാസ് ഓഫ് ദ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ്. പക്ഷേ വോളിയം ഓഫ് ദി സോളിഡ് ഇമേഴ്സ്, നമ്മൾ ആ സോളിഡിൻ്റെ വോളിയം എന്താണോ അത്രയും വോളിയം ഫ്ലൂയിഡാണ് ഡിസ്പ്ലേസ്ഡ് ആവുക. ഒരു സാധനത്തിനെ ഒരു ഫ്ലൂയിഡിൽ ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ സോളിഡിൻ്റെ വോളിയം എത്രയാണോ അത്രയും വോളിയം ലിക്വിഡാണ് അതിൽ നിന്ന് ഡിസ്പ്ലേസ്ഡ് ആവുക അല്ലേ. അപ്പോൾ വോളിയം ഓഫ് സോളിഡ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്, ആ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡാണ് സിഗ്മ എന്നുള്ളത്. ഓക്കെ, ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡാണ് സിഗ്മ. ദെൻ ദാറ്റ് ഇൻറ്റു സിഗ്മ ഇൻറ്റു ജി, പിന്നെ പ്ലസ് 6 pi a eta v. ഇതിലെ വോളിയം ഓഫ് സോളിഡ് എന്താണ്? 4/3 πa³ എന്ന് തന്നെയാണ്. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 4/3 πa³ സിഗ്മ ജി പ്ലസ് 6 pi a eta v. ഓക്കെ, മറ്റേ സൈഡ് നോക്കുക. ഈ ഭാഗം 4/3 πa³ റോ ഇൻറ്റു ജി ആണ്. 4/3 πa³ റോ ജി ഈക്വൽ ടു 4/3 πa³ സിഗ്മ ജി പ്ലസ് 6 pi a eta വി ടി. അപ്പോൾ ഇതിലെ വെലോസിറ്റി, ടെർമിനൽ വെലോസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് 4/3 πa³ കോമൺ ആയിട്ടെടുത്തു. റോ മൈനസ് സിഗ്മ, ഈ ടേം മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോയി, ഇൻറ്റു ജി ഈക്വൽ ടു 6 pi a eta v. ഇനി ഇതിലെ കോമൺ ആയിട്ടുള്ളത് പൈ ക്യാൻസൽ ചെയ്തു, a² എയും a³ കൂടെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഫൈനലി വി ഗെറ്റ് ദ ടെർമിനൽ വെലോസിറ്റി വി ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കൂ, ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഭാഗത്ത് എന്തൊക്കെ ഉണ്ട് നോക്കുക. 4a³ റോ മൈനസ് സിഗ്മ ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ ഈ സൈഡിലേക്ക് 6a eta അല്ലേ. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എയും ഇതും കൂടെ a² ആയി. പിന്നെ 4ഉം 6ഉം കൂടെ 2 ടൈംസ് ഇവിടെ ഇവിടെ ഒരു 3 കൂടെ ഉണ്ട് അല്ലേ, ഒരു 3 കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു 3, 4ഉം 6ഉം കൂടെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ ലാസ്റ്റ് റിമെയിൻ ചെയ്യുന്നത് 2/3 3s are 9, പിന്നെ a² 2/9 a² റോ മൈനസ് സിഗ്മ ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ ഈറ്റ. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ ടെർമിനൽ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ഇതാണ് ടെർമിനൽ വെലോസിറ്റിൻ്റെ ഇക്വേഷൻ. 2/9
എ സ്ക്വയർ റോ മൈനസ് സിഗ്മ ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ ഈറ്റ. ഇനി ഇവിടെ ഡെൻസിറ്റി ഓഫ് ദ സ്ഫിയർ ആണ് വലുത് ദാൻ ദ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്. അങ്ങനെ ആവുമ്പോൾ ഇത് ടെർമിനൽ വെലോസിറ്റി പോസിറ്റീവാണ്. അതേസമയം ഈ മെറ്റീരിയൽ ഓഫ് ദ സ്ഫിയറിന് ഡെൻസിറ്റി കുറവാണ് ഫ്ലൂയിഡിനേക്കാളെങ്കിൽ എന്ത് സംഭവിക്കും? വെലോസിറ്റി നെഗറ്റീവ് ആവും എന്ന് പറഞ്ഞാൽ ആ ബോഡി മുകളിലേക്ക് പോകും, താഴത്തേക്ക് വരുന്നതിന് പകരം മുകളിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ടാണ് എയർ ബബിൾസ് ലിക്വിഡിൽ റൈസ് ചെയ്യുന്നത്. ലിക്വിഡിലുള്ള വെള്ളം തിളപ്പിക്കുമ്പോൾ നമുക്കറിയാം എയർ ബബിൾസ് താഴ്ന്ന് മുകളിലേക്ക് പോകുന്നു. അപ്പോൾ എയറിൻ്റെ ഡെൻസിറ്റി കുറവായതുകൊണ്ടാണ്. സോ ഹിയർ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത് ആ ഒരു സ്ഫിയർ വിസ്കസ് മീഡിയത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ when it falls through a viscous medium, the downward forces balanced by the upward forces, upward buoyant force and viscous force. അപ്പോൾ downward force due to gravity is balanced by upward buoyant force and viscous force. അപ്പോൾ net force on that sphere becomes equal to 0 and the sphere begins to move with constant velocity which is called terminal velocity.